പാലക്കാട് മണ്ണാർക്കാട് മുന്ന വധക്കേസിൽ 3 പ്രതികളെയും CBI കോടതി വെറുതെ വിട്ടിരിക്കുന്നു. മുന്നേ എന്ന അബ്കാരി കോൺട്രാക്ടറെ കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു കണ്ടെത്തിയത്. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്തുകൊണ്ടാണ് പ്രതികളെ 3 പേരെയും കോടതി വെറുതെ വിടുന്നത്? എപ്പോഴുണ്ടായിട്ടുള്ള സംഭവത്തിലാണ് ഇപ്പോൾ കോടതിയുടെ വിധിയുണ്ടാകുന്നത്? 1992 ഏപ്രിൽ 11-നാണ് മണ്ണാർക്കാട് MLA റോഡിന് സമീപത്ത് ഒരു കാറിനുള്ളിൽ മുന്നേ എന്ന അബ്കാരി കോൺട്രാക്ടറെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഈ കേസ് ആദ്യം അന്വേഷിച്ച ലോക്കൽ പോലീസ് ഇത് ആത്മഹത്യയാണെന്ന് നിഗമനത്തിലെത്തി. തുടർന്ന് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയെങ്കിലും ലോക്കൽ പോലീസിന്റെ നിഗമനങ്ങളിൽ തന്നെയായിരുന്നു ക്രൈംബ്രാഞ്ചും എത്തിച്ചേരുന്നത്. ഇതിനെ തുടർന്ന് കുടുംബം കോടതി സമീപിക്കുകയും ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഈ കേസ് CBI അന്വേഷിച്ചു. ഈ CBI അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിചാരണയിലാണ് ഇപ്പോൾ 3 പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നത്. വിജാൻ, PK സുധീർ, അതുപോലെ തന്നെ ജോർജ് മംഗളം. ഈ 3 പേരെയാണ് CBI കൊച്ചി കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. ഈ അബ്കാരി കോൺട്രാക്ട് നേടിയതിലുള്ള വൈരാഗ്യം മൂലം ആണ് മുന്നയെ കാറിനുള്ളിൽ സ്പിരിറ്റ് ഒഴിച്ച് കത്തിച്ചത് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ ഈ 3 പ്രതികളെയും വെറുതെ വിടുകയാണ് ചെയ്തത്. ശരി, അരുൺ ശങ്കറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.